എൻ്റെ പഠിച്ചോനെ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. വന്നത് സോ സൺഡേ ഉണ്ട്, പിന്നെ പറയേണ്ട മുടിഞ്ഞ തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ 10 പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ദേശീയപഥ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. ഓൾറെഡി ഓയ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, അർച്ചന കംഫർട്ട്സ് എന്ന് പറയുന്നത്. അവിടെ വന്നപ്പോൾ അവർ പറയുന്നത് 12 മണിയായത് റൂം തരത്തിനായിരുന്നു. ഇവിടെ തന്നെ ആയാണ്. പിന്നെ നേരെ ആ തൊട്ടടുത്തുള്ള ഗാർഡിനിയ റെസിഡൻസിയിലേക്ക് വിട്ടു. ഇതാണെങ്കിൽ ഉർവശി തിയേറ്റേഴ്സിൻ്റെ തൊട്ടടുത്താണ്, മെയിൻ സിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ലോഡ്ജ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ആംബിയൻസ് ഉണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കയ്യിലെ കാശ് മൊത്തം പോയിന്ന്. പക്ഷേ നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. 3600 രൂപയാണ്. 2 റൂം നമ്മൾ ബുക്ക് ചെയ്തു. ഒന്ന് 3 ബെഡിൻ്റെ, ഒന്ന് 2 ബെഡിൻ്റെ ആയിരുന്നു. ഇവിടെ വന്ന് ഇക്കനൊക്കെ ചായ കിട്ടുമെന്ന് വന്ന് നേരെ നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് വിട്ടിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ക്യാമ്പിലേക്ക് വിട്ടു. ക്യാമ്പിൽ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വന്ന സന്തോഷത്തിൽ എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു വരുന്നു. അവൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഐസ്ക്രീം തിന്നതിന് കുറേ ജാടായിരുന്ന ടീംസിനാണ് നിങ്ങൾ കാണുന്നത്. ആ കവർ നിൽക്കുന്നവനെ കണ്ടില്ലേ, അവനാണ് എൻ്റെ സ്വന്തം അനിയൻ. പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്നു. ഇവിടുന്ന് അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം വരെ ഇവിടെ നമ്മളിരുന്നു. അന്നേരം നമ്മൾ നേരെ ബാംഗ്ലൂർ കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ.